പിന്നെ ഇപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക ടോപ്പിക് വൈസ്, എന്നിട്ട് അത് നമുക്ക് ആൻസർ ചെയ്ത് പോവാം എന്നുള്ളതാണ്. അല്ലാതെ എല്ലാതും കൂടി നമുക്ക് എന്താ പറയുക കവർ ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ ചെറിയൊരു സമയമല്ലേ ഉള്ളൂ. ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും സെറ്റാക്കി വെക്കണം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു ചെറിയ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 40 മിനിറ്റേ ഉണ്ടാവുള്ളൂ ഈ ക്ലാസ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൽ തന്നെ ഫസ്റ്റത്തെ പോർഷൻ ഇല്ലേ, അതായത് ന്യൂക്ലിയർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ആ ഭാഗത്തു നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ്. അതായത് അതിൽ ബൈൻഡിങ് എനർജി ഉണ്ട്, പിന്നെ ആൽഫ ബീറ്റ ഡി കെ ഒക്കെ ഇല്ലേ, അതിൽ തന്നെ ഈ ബൈൻഡിങ് എനർജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതായത് ക്യൂ വാല്യൂ പ്രോബ്ലംസ്, അതിൽ നിന്നാണ് ഒരു ന്യൂക്ലിയറിൻ്റെ ഒരു ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു 10 ക്വസ്റ്റ്യനും ആ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷെൽ മോഡൽ ഇല്ലേ, ഷെൽ മോഡലിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡി കെന്ന് തന്നെ സെലക്ഷൻ റൂൾസ് ഉണ്ട് ഡി കെയിലെ, അതായത് ആൽഫ ബീറ്റ ഗാമ ഡി കെയിൽ സെലക്ഷൻ റൂൾസ് ഉണ്ട്. അതിന് കുറേ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ന്യൂക്ലിയറിന് ഏകദേശം അത്രയൊക്കെ തന്നെ വന്ന് കണ്ടിട്ടുള്ളൂ. പിന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ഒരു 80% എങ്ങനെയാണ് ഈ റിയാക്ഷൻ തന്നിട്ട് അത് കൺസേർവ്ഡ് ആണോ, അതായത് കൺസർവേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പാർട്ടിക്കിൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിലും ജസ്റ്റ് ആ കൺസർവേഷൻ ആ പാർട്ട് മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വെച്ചിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ബേസിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ PDF ഇപ്പോൾ ഷെയർ ചെയ്യേ. ഇടയ്ക്ക് ഞാനിപ്പോൾ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. മെസ്സേജിനേക്കാളും ബെറ്റർ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് എസ് ഓർ നോ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് റെസ്പോൺസ് ഇല്ലാത്ത കാരണം ഒരു വൈറ്റ് ബോർഡിനോട് സംസാരിക്കുന്ന പോലെയുണ്ട്, ഒരു സുഖമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എന്താണ് ന്യൂക്ലിയസ് എന്നുള്ളത്. ന്യൂക്ലിയസ് എന്താണ്? ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. ന്യൂക്ലിയോൺസ് എന്തൊക്കെയാണ്? പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ ന്യൂട്രോൺസ് ഉണ്ട്. അതല്ലേ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിൽ പ്രോട്ടോൺസ് ചാർജ്ഡ് ആണ്, ന്യൂട്രോൺസ് ന്യൂട്രൽ ആണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും വിചാരിക്കേണ്ട. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇനി ന്യൂക്ലിയസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ എക്സ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസ് എങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൊത്തം ന്യൂക്ലിയോണിൻ്റെ നമ്പറുകൾ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ സെഡ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. പിന്നെ ചില നൊട്ടേഷൻസിൽ ഇവിടെ എൻ എഴുതി കാണാം. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അത് സിമ്പിളാണ്. ആക്ച്വലി A-Z ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് N കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് സാധാരണ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ അതായത് സാധാരണ ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റീഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് തന്നെ സ്കാറ്ററിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്കാറ്ററിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ അധികം കണ്ടിട്ടില്ലേ, ആകെ ഈ ഒറ്റൊരു ക്വസ്റ്റ്യനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഫസ്റ്റ്, എന്താണ് ഈ സ്കാറ്ററിങ് എക്സ്പെരിമെൻസിന് ന്യൂക്ലിയർ ഫിസിക്സിൽ ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് അറിയുമോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? ഓക്കെ, എടാ ഒന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്കും ഒരു ലൈക്ക് ഞാൻ ആരോടെങ്കിലും സംസാരിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. പൊട്ട തെറ്റാണെങ്കിലും കുഴപ്പമില്ല, അത് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. ഞാനിങ്ങനെ തന്നെയായിരുന്നു. MSc ചെയ്യുമ്പോൾ ഒന്നും മിണ്ടില്ലായിരുന്നു, പക്ഷേ പറഞ്ഞാൽ കുറച്ചും കൂടി എനിക്കൊരു മോട്ടിവേഷനാണ് നിങ്ങൾ പറയുമ്പോൾ ആൻസർ. ഓക്കെ, സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ് ഇപ്പോൾ പറയൂ. ആരോ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഹലോ,
അതായത് എന്താ പറയാ പാർട്ടിക്കിൾസ് അത് നമ്മുടെ ഇന്ററാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് ഇന്ററാക്ഷൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ന്യൂക്ലിയറിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ബ്ലാക്ക് ബോക്സ് നമ്മുടെ കയ്യിൽ വന്ന് നമ്മൾ എന്താ ചെയ്യുക, ഒന്ന് തൊട്ട് നോക്കും അല്ലെ, ആദ്യം നോക്കും കണ്ണ് വെച്ചിട്ട്. അതൊരു കൈൻഡ് ഓഫ് എന്താണ്, ചെക്ക് ചെയ്യണത്. അതെന്താന്ന് അറിയാനുള്ളൊരു ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഒന്ന് തൊട്ട് നോക്കും അല്ലെ, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാന് തുറന്നു നോക്കും. അതേപോലെ ഫിസിക്സിൽ നമ്മൾ ചെയ്യുന്ന പരിപാടികളാണ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് എന്നുള്ളത്. അപ്പോൾ ന്യൂക്ലിയസ് എന്താണ്, വാട്ട് ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ് എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് വെച്ച് കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് തരത്തിലാണ് മെയിനായിട്ട് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ചിട്ട്. ചാർജ് ചെയ്ത പാർട്ടിക്കിൾ വെച്ച് സ്കാറ്ററിംഗ് ചെയ്യുമ്പോൾ എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ന്യൂക്ലിയസ് ചാർജ്ഡ് ആണെങ്കിൽ ഈ ചാർജ് പാർട്ടിക്കിൾ ഇപ്പൊ നമ്മൾ എറിയണ സാധനം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അതിന്റെ റെസ്പോൺസ് നമുക്ക് കുറച്ച് എന്താ പറയാ ഐഡിയാസ് കിട്ടും. എസ്പെഷ്യലി ചാർജ് ഡെൻസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ന്യൂട്രൽ പാർട്ടിക്കിൾ വെച്ചിട്ട്, ന്യൂട്രൽ പാർട്ടിക്കിൾ വെച്ച് സ്കാറ്റർ ചെയ്യുമ്പോഴെന്താ മെച്ചം, അതായത് ന്യൂട്രൽ അല്ലേ, അപ്പൊ ചാർജ് ഇന്ററാക്ഷൻ ഇല്ല അവിടെ. നമുക്ക് ജസ്റ്റ് അതിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, മാസ് ഡെൻസിറ്റി എങ്ങനെയാണ്, അങ്ങനത്തെ ഐഡിയകളൊക്കെ നമുക്ക് അതൊന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുവോ? ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുവോ? വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് പ്രോട്ടോണിന്റെ സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കാൻ, ലെറ്റ്സ് സേ നമ്മൾ ഇലക്ട്രോൺസ് വെച്ചിട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്നു, ലൈക്ക് ബൈ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പോൾ അതിന് വേണ്ട ഇലക്ട്രോൺസിന്റെ മിനിമം എനർജി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് നമുക്ക് അറിയേണ്ട ആകെ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രോട്ടോൺ സൈസ് എന്താണെന്ന് അറിയണം. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ, എന്താ പ്രോട്ടോൺ സൈസ്, പ്രോട്ടോണിന്റെ സൈസ് എന്താണ്. പ്രോട്ടോണിന്റെ സൈസ് ഓഫ് ദ ഓർഡർ ഓഫ് 1 ഫെംറ്റോമീറ്റർ. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെംറ്റോമീറ്റർ ആണ്. ഫെംറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻15 ആണ്. അത്രയും ചെറുതാണ് പ്രോട്ടോണിന്റെ സൈസ് എന്ന് പറയുന്നത്. വൺസ് പ്രോട്ടോണിന്റെ സൈസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, ഇലക്ട്രോൺ എനർജി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഇങ്ങനത്തെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സിൽ നമ്മൾ എന്തിനെയാണോ സ്കാറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സാധനത്തിനേക്കാൾ ചെറിയ വേവ് ലെങ്ത് ഉള്ള സാധനങ്ങൾ അയച്ചാലേ നമുക്ക് എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാണുന്നത് ഏത് വിസിബിൾ റേഞ്ച് വെച്ചിട്ടല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ണ് വർക്ക് ചെയ്യുന്നത് 400 to 700 നാനോമീറ്റർ റേഞ്ചിൽ മാത്രമേ നമ്മൾ കണ്ണ് വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ എന്തുവാണ്, അതിനേക്കാളും വലിയ സാധനങ്ങളാണ്. അതിനേക്കാളും ചെറിയ സാധനം നമുക്ക് ഈ കണ്ണ് വെച്ചിട്ട് കാണാൻ പറ്റില്ല. കണ്ണ് വെച്ചിട്ടല്ല, ഈ വേവ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ, ഒരു കാര്യം കിട്ടി. എന്താണ്, നമ്മൾ ഏത് ഇലക്ട്രോൺ വെച്ചിട്ടാണോ പഠിക്കേണ്ടത്, ആ ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പ്രോട്ടോണിന്റെ സൈസിന്റെ അത്രയെങ്കിലും വേണം. അത്രേ ഉള്ളൂ ഐഡിയ. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പഠിച്ചിട്ടില്ലേ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എങ്ങനെയാണ്, അതായത് ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ h/p എന്നുള്ളതല്ലേ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം അല്ലേ. ഇവിടെ കാണുന്നുണ്ടോ? അപ്പോൾ ലാംഡ തന്നിട്ടുണ്ട്, ലാംഡ ഉണ്ട്, ലാംഡ ഓക്കെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് എന്താണ്, ഓക്കെ, അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് അറിയണ ഇക്വേഷൻ ആട്ടോ, പണ്ടേ അറിയണ BSc ക്ലാസ്സുകളിലൊക്കെ അറിയണ ഇക്വേഷൻ ആണ്. h/p എന്നാണ്. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് h/√2m എഴുതാം. ശരിയല്ലേ. പിന്നെ ഇതിൽ അറിയേണ്ട ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ എന്താ പറയുക, ലാംഡ ആംസ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ് മീറ്റർ. ലാംഡ ആംസ്ട്രത്തിൽ എഴുതുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് എനർജീനെ EV ആയിട്ട് എഴുതി കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. എച്ചിനും പിന്നെ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസ് അല്ലേ, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ലാംഡ ഇൻ ആംസ്ട്രോം എന്ന് പറയുന്നത് എന്തോരം വരും, √150/E എനർജി ഇൻ EV എന്ന് വരും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എനർജി അല്ലേ.
അപ്പോൾ എനർജി എന്ന് പറയുന്നത് എന്ത് വരും? 150 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ ആംസ്ട്രം സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇതുവരെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഈ പറഞ്ഞതിൽ? ഇല്ല. ഇല്ലല്ലോ. ഓക്കെ, ഒറ്റ മിനിറ്റ് കേട്ടോ. എടാ ഇനി അതൊന്ന് ചെയ്ത് നോക്കുമോ, എന്താ വരിക എന്നുള്ളത് ആൻസർ? ഓക്കെ, പക്ഷെ എനിക്ക് ചെയ്തു വരുമ്പോൾ വലിയ ആൻസറാണ് വരുന്നത്. ഒറ്റൊരു മിനിറ്റ് കേട്ടോ, ഞാൻ ആകെ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ. അല്ല, ഞാനിത് ചെയ്തു വരുമ്പോൾ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ശരിയാണ്. ലാംഡ എത്രയാണ് നമ്മുടെ? ലാംഡ എന്ന് പറയുന്നത് 1 ഫെംറ്റോമീറ്റർ എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇത് ഫെംറ്റോമീറ്റർ ആണ്. നമുക്കിത് എന്തിലാണ് എഴുതേണ്ടത്? ആംസ്ട്രത്തിലാണ് എഴുതേണ്ടത്. ആംസ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 അല്ലേ? അപ്പോൾ 1 ഫെംറ്റോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁵ ആംസ്ട്രം എന്ന് വരും. ഓക്കെ, അപ്പോൾ ലാംഡ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തോരം വരും? 10⁻10 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇ എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തോരം വരും? 150 ഇൻറ്റു 10⁻⁻, മൈനസ് അല്ല, സോറി, ഇവിടെ -5 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്തോരം വരും? +10 വരും. വിച്ച് മീൻസ് 1.5 ഇൻറ്റു 10⁻12 EV എന്ന് വരും. ക്ലിയർ ആണോ? ഹലോ? അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന ആൻസർ ഇത് മാത്രമല്ലേ ഉള്ളൂ, 10⁻12 റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഡ ഇൻ ആംസ്ട്രം എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഞാൻ ലാംഡ ഇൻ ഫെംറ്റോമീറ്റർ അല്ലേ, അപ്പോൾ 10⁻15 അല്ലേ വരിക? അപ്പോൾ 10⁻30 വരില്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ 10⁻30 വരില്ലേ? അത്രയും വലിയ എനർജി ഒന്നും വരില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാനൊന്ന് സ്റ്റക്ക് ആയത് കേട്ടോ. ഇത്രയും ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് അടുത്തത് ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടി. ഇത് വേണമെന്നില്ല, ബിക്കോസ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരണില്ല. ഇതൊക്കെ പണ്ട് 1 മാർക്കിനൊക്കെ വന്നിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം അതില്ലല്ലോ, ആ സെക്ഷനിൽ ഇല്ല ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പം ഇത് പോട്ടെ. ഇനി നമുക്ക് ബൈൻഡിങ് എനർജി കേട്ടിട്ടുണ്ടോ? ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി കർവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇനി ബൈൻഡിങ് എനർജീനെ ബേസ് ചെയ്തിട്ടാണ് ഇനി പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ബൈൻഡിങ് എനർജീനെ ബേസ് ചെയ്തിട്ടാട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഈ ന്യൂക്ലിയർ ഫിസിക്സിൽ ന്യൂക്ലിയസിൻ്റെ സൈസും ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടിയും ഒക്കെ പറയുന്നതിൽ എന്ന് പറഞ്ഞില്ലേ, മാസ് നമ്പറിന്. ഈ മാസ് നമ്പറിന് വളരെ വലിയൊരു റോൾ ഉണ്ട് കേട്ടോ. ആക്ച്വലി ന്യൂക്ലിയസിൻ്റെ സൈസ്, റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ്, ഇങ്ങനെ ഇത് കറക്റ്റ് എക്സാക്ട് ഇതൊന്നുമല്ല, അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് പറയാം. അതായത് R എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ R0 ഇൻറ്റു A⁻1/3, അതായത് ക്യൂബ് റൂട്ട് ഓഫ് A ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആണ് എപ്പോഴും ഓൾമോസ്റ്റ് എന്ത് വരിക, ന്യൂക്ലിയറിൻ്റെ സൈസ് വരിക, ന്യൂക്ലിയറിൻ്റെ റേഡിയസ്. അതിൽ R0 എന്ന് പറയുന്നത് 1.25 ഫെംറ്റോമീറ്റർ എന്നാണ്. ഇത് ഒന്ന് നോട്ട് ചെയ്തോ. ഈ ഇക്വേഷൻ വെച്ചിട്ടും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് സിമ്പിൾ ഇക്വേഷൻ ആണ്, പക്ഷേ ഈ റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്തത് ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി കർവ് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും MSc പഠിക്കുമ്പോൾ? ബൈൻഡിങ് എനർജിയുടെ ഇത് ഞാൻ ഓൾറെഡി വരച്ച് വെച്ചതാട്ടോ. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഈ ന്യൂക്ലിയോൺസിനെയൊക്കെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന
ന്യൂക്ലിയസ് ആയിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി, അതിനെയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ബൈൻഡിങ് എനർജി എക്സ്പെരിമെന്റലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ന്യൂക്ലിയസിലും ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ, അതായത് ആ കർവ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൽ എക്സ് ആക്സിസിൽ മാസ് നമ്പർ ആണ്, വൈ ആക്സിസിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അതായത് ബൈൻഡിങ് എനർജീനെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതായത് എ വെച്ച് ഡിവൈഡ് ചെയ്ത വാല്യൂ ആണ് ഈ കാണുന്നത്. സാധാരണ എക്സ്പെരിമെന്റിൽ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കർവ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങും. കർവ് ഫിറ്റ് ചെയ്തിട്ട് അതിനൊരു എക്സ്പ്രഷൻ, അതായത് ബൈൻഡിങ് എനർജീനെ എ എന്ന് പറയുന്ന വേരിയബിളിൽ ഒരു എക്സ്പ്രഷൻ ആക്കി എടുക്കാൻ നോക്കും. ആ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഈ എക്സ്പ്രഷന്. അതായത് ആദ്യത്തെ ടേം കണ്ടോ, ഫസ്റ്റ് എ വി ഇൻറ്റു എ എന്ന് പറയുന്നത്, ഇത് വോളിയം ടേം എന്നാ പറയുക. ഇത് വളരെ സിമ്പിൾ ആണ് ആലോചിക്കുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലോചിക്കുമ്പോൾ ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൂടും തോറും ബൈൻഡിങ് എനർജി കൂടും അല്ലേ? അത് അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ എന്താ പറയുക, എ വി ഇൻറ്റു എ എന്ന് പറയുന്നത്. എന്താ ഇത് വോളിയം എന്ന് പറയാൻ കാരണം, ഫസ്റ്റ് അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ ആർ പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു 1/3 ആണ് നമ്മൾ പറഞ്ഞു വെച്ചില്ലേ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ന്യൂക്ലിയസ് ഒരു സ്പിയർ ആയിട്ട് കണക്കാക്കുക. ചെറിയ ചെറിയ സ്പിയേഴ്സ്, ഇത് ജസ്റ്റ് അസ്യൂം ചെയ്യാനേ ഉള്ളൂ. ചെറിയ സ്പിയേഴ്സ് ആണ് ന്യൂക്ലിയോൺസ് എന്ന് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൂടുന്തോറും ഈ വലിയ സ്പിയറിന്റെ വലുപ്പം കൂടില്ലേ. അപ്പോൾ വലിയ സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എ എന്ന് പറയാലോ. എ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോൺസിന്റെ എണ്ണല്ലേ. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. അപ്പോൾ ആർ ക്യൂബ് പ്രൊപ്പോർഷണൽ ടു എ ആണെങ്കിൽ ആർ പ്രൊപ്പോർഷണൽ ടു എ എന്ന് വരില്ലേ, എ റേസ് ടു 1/3. അങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇനി മൂവിങ് ഓൺ, ഇവിടേക്ക് ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് വോളിയം ടേം ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ബൈൻഡിങ് എനർജിക്ക്. അത്രേ ഇത് പറയണുള്ളൂ. എ വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതായത് ഈ കർവ് ഫിറ്റ് ചെയ്താൽ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഈ എക്സ്പ്രഷൻ കാണാതെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻസിൽ ഈ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, ചിലതിൽ ഇല്ല. അപ്പോൾ ഈ എക്സ്പ്രഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് ടേം, ഈ ടേം ഇല്ലേ, ഈ ടേമിനെ പറയുന്നത് സർഫസ് എനർജി അല്ലെങ്കിൽ സർഫസ് ടേം ആണ്. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതൊരു സബ്ട്രാക്ഷൻ ആണ് അല്ലേ? അതായത് ഒരു കറക്ഷൻ ആണ്. ഈ വോളിയം ടേമിന്ന് ഒരു കറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൂടുമ്പോൾ ബൈൻഡിങ് എനർജി കൂടും. പക്ഷേ ന്യൂക്ലിയോൺസിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് വളരെ തൊട്ടടുത്ത നെയ്ബറിനായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് ഇങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ സർഫസിലും കുറേ ന്യൂക്ലിയോൺസ് ഇല്ലേ. പക്ഷേ ഈ ന്യൂക്ലിയോൺസിനൊന്നും ഇന്ററാക്ട് ചെയ്യാനുള്ള നെയ്ബേഴ്സിന്റെ എണ്ണം കുറവല്ലേ. ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ആളായിട്ട് ഇന്ററാക്ട് ചെയ്യാം, പക്ഷേ ഈ പുറത്തുള്ള ആൾക്കാർക്ക് അത്ര ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനില്ല. അപ്പോൾ ഈ ഒരു കറക്ഷൻ ഇല്ലേ, ഈ ഒരു കറക്ഷനാണ് ഈ സെക്കൻഡ് ടേമിൽ വന്നിരിക്കുന്നത് സർഫസ് എനർജി കറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർഫസ് എനർജി ടേം എന്നോ അങ്ങനെ പറയാം. ഇനി അടുത്തത് മൂന്നാമത്തെ ടേം വരുന്നത് കൂളംബിക് കറക്ഷൻ ആണ്. കൂളംബിക് കറക്ഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതിലെ ന്യൂക്ലിയോൺസിൻ്റെ ആകെ ചാർജ് പാർട്ടിക്കിൾസ് ആരും മാത്രമേ ഉള്ളൂ, പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ. ഈ പ്രോട്ടോൺസിൻ്റെ ഇടയിലുള്ള റിപ്പൾഷൻ ഇല്ലേ, അത് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഈ ടേം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം ഇതൊരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ സാധാരണ കൂളംബിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജിന്റെ അതായത് പ്രോഡക്റ്റ് ഓഫ് ചാർജസ്, പിന്നെ ഇത് ആർ ആണ്, ബൈ ആർ അങ്ങനെ വരും. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഇതല്ല. ഇനി അടുത്ത കറക്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ ടേം. ഇത് സിമെട്രിക് ടേം എന്ന് പറയും. ഒരു മിനിറ്റ്. ഈ സിമെട്രിക് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എന്തെടുക്കാം, എ ഈക്വൽ ടു 54 ഉള്ള ഒരു ന്യൂക്ലിയൈ ഉണ്ടെന്ന് വിചാരിക്കും. ഒന്നല്ല, കുറേ എണ്ണം ഉണ്ട് കേട്ടോ 54 ഉള്ളത്. അതിൽ n ഈക്വൽ ടു പി വരുന്ന കേസ് ഉണ്ട് അല്ലേ, 27. അതുപോലെ n ഗ്രേറ്റർ ദാൻ പി വരുന്ന കേസുകളും ഉണ്ട്.
ഈ രണ്ട് കേസ് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും n ഈക്വൽ ടു പിക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ആ സ്റ്റെബിലിറ്റീനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ടേം ആണ് ഈ സിമെട്രിക് കറക്ഷൻ ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് ഇത് പെയറിംഗ് ടേം ആണ്. പെയറിംഗ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ന്യൂക്ലിയോൺസ് ഇല്ലേ, അതായത് ന്യൂട്രോൺസ് ആയാലും പ്രോട്ടോൺസ് ആയാലും ഈവൻ നമ്പർ ആയിട്ടുണ്ടെങ്കിൽ, രണ്ട് ഈവൻ നമ്പർ ആണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അവർ ന്യൂട്രോൺസ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പെയർ ചെയ്തിട്ട് നിൽക്കാനാണ് നോക്കുക. അപ്പോൾ അങ്ങനെ പെയർ ചെയ്ത ആൾക്കാർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. ആ സ്റ്റെബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യാനാണ് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പെയറിംഗ് ടേം. ഓക്കെ, ഈ പെയറിംഗ് ടേം ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതുക, പക്ഷെ അത് ശരിക്കും ഇതാണ് AP ഇൻറ്റു A⁻⁻3/4. ഓക്കെ, ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നാവും, കാണാതെ ഈ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഇത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ വാല്യൂസും, അതായത് വോളിയം ടേമിൻ്റെ വോളിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണ്, അതുപോലെ ഇത് ഏകദേശം സെയിം ആണ്. വോളിയത്തിൻ്റെയും പിന്നെ സർഫസ് എനർജിയുടെയും കോൺസ്റ്റൻറ്റുകൾ വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ കൂളംബിക് കോൺസ്റ്റൻറ്റ് വളരെ ചെറുതാണ് കമ്പാരിറ്റീവ്ലി. സിമെട്രിക്കിൻ്റെ കേസ് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണ്, 23 ആണ്. പിന്നെ നമ്മൾ പെയറിംഗ് ടേമിൻ്റെ 34 MeV ആണ്. ഇത് വല്ലാതെ ആവശ്യം വരുന്നില്ല, ഈ 4 പഠിച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ഇതൊന്ന് വായിച്ചു നോക്കാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും? ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചിട്ട് പറയുമോ എന്താ എന്താ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ നമുക്ക്? എല്ലാവരും പോയാ? ഹലോ, ഹലോ മാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എല്ലാവരും? ഞാൻ വായിച്ചു എന്ന് വിചാരിക്കുന്നു എന്നാ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഓക്കെ, നീ മാത്രമേ ഉള്ളൂ അല്ലേ റെസ്പോണ്ട് ചെയ്യാൻ? വേറെ ആരും എന്താ മിണ്ടാത്തടോ ആരും? ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജീൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ ചില കേസിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എപ്പോഴും ബെസ്റ്റ് കാണാതെ പഠിക്കാൻ പറ്റിയാൽ അത്രയും ബെസ്റ്റാണ്. എനിക്കൊന്നും കാണാൻ പഠിക്കാൻ പറ്റാറില്ല, അപ്പോൾ എനിക്കൊക്കെ ഇതാണ് ബെറ്റർ, ഇങ്ങനെ തരുന്നതാണ്. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ ഫോർമുല തന്നിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, എ എന്ന് പറയുന്ന മാസ് നമ്പർ ഉള്ളതിൽ വെച്ചിട്ട് ഏത് സെഡ് വാല്യൂവിനാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോബാർ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്താ ഐസോബാർ എന്ന് അറിയണ്ടേ? ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെറ്റ് ഓഫ് ന്യൂക്ലിയൈ ആണ്. അവരുടെയൊക്കെ എ ഇല്ലേ, അതായത് മാസ് നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷെ അവർക്ക് ഡിഫറെൻ്റ് എന്തായിരിക്കും, സെഡ് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ന്യൂട്രോണിൻ്റെ നമ്പർ എൻ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ആക്ച്വലി ഇത് നിങ്ങൾ ഈ മാസ് പരാബോളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പരാബോള കേട്ടിട്ടുണ്ട് മാം. മാസ് പരാബോള കേട്ടിട്ടില്ലല്ലോ ന്യൂക്ലിയർ ഫിസിക്സിൽ? ഇല്ല. ഓക്കെ. എടാ നമുക്ക് ബൈൻഡിങ് എനർജി ഇല്ലേ, ബൈൻഡിങ് എനർജീൻ്റെ വേറൊരു എക്സ്പ്രഷനിൽ എഴുതാം. സാധാരണ എളുപ്പമാണ് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ നമ്മളെങ്ങനെ എഴുതാറ്, ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതല്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോൾ എന്താ, ഏതൊരു റിയാക്ഷനോ അല്ലെങ്കിൽ എന്ത് കേസ് വന്നു കഴിഞ്ഞാൽ എന്താണോ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്, ആ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. അതായത് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ മാസ് മൈനസ്, അതായത് പ്രോഡക്റ്റ് എന്താണോ മെയിൻ സാധനം അതിൻ്റെ മാസ് സബ്ട്രാക്ട് ചെയ്തിട്ട് c² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സെയിം മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബൈൻഡിങ് എനർജി തന്നെയാണ്. അപ്പോൾ ബൈൻഡിങ് എനർജീനെ നമുക്ക് എന്താ മാസ് ഡിഫക്റ്റിൻ്റെ ടേംസിൽ എഴുതാം. അതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലെറ്റ്സ് സേ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ n നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. mn എന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂട്രോൺ ആണ്. അതേപോലെ mp എന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. z എന്ന് പറയുന്നത്
നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. എന്നിട്ട് ന്യൂക്ലിയസിന്റെ മാസ് അതിന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബൈൻഡിങ് എനർജി കിട്ടും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയസിന്റെ മാസ് അറിയില്ല. അത് നമുക്ക് എങ്ങനെയും എന്താ പറയുക കണ്ടുപിടിക്കാനും ആ സമയത്ത് കേട്ടോ. ഇപ്പൊ എക്സ്പെരിമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് കാരണം ബൈൻഡിങ് എനർജി ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷെ വൺസ് നമുക്ക് ബൈൻഡിങ് എനർജി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതെന്ന് ന്യൂക്ലിയസിന്റെ മാസ് എനർജി അല്ലെങ്കിൽ mn(c²) കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? ഈ mn(c²) അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ന്യൂക്ലിയർ ഹാവിംഗ് സെയിം എ ആണെന്ന് പറഞ്ഞില്ലേ. ഈ ഐസോബാർസിന്റെ സെറ്റ് എടുക്കുമെന്ന് വിചാരിക്കുക. ഈ ഐസോബാർസിന്റെ സെറ്റ് എടുത്തിട്ട് ഇവരുടെയൊക്കെ മാസ് എനർജി ഇങ്ങനെയാണല്ലോ. മാസ് എനർജി പ്ലോട്ട് ചെയ്യാലോ. മാസ് എനർജി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പരാബോളയുടെ മേലെ ഇതൊക്കെ വന്ന് നിൽക്കും. അതായത് ഇവിടെ മാസ് എനർജിയും ഇവിടെ z വാല്യൂ ആസ് എ ഫംഗ്ഷൻ ഓഫ് z വാല്യൂ. എ മാത്രമാണ് സെയിം ആയിട്ടുള്ളത്, സെഡിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫറെന്റ് ആണുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ലെറ്റ്സ് 125 ഉള്ള ഇതെന്ന് തുടങ്ങിയെന്ന് വിചാരിക്കൂ. 125 എ വാല്യൂ ഉള്ള ഒരു മെമ്പറാണ് ഇന്ത്യ. ഇന്ത്യത്തിന്റെ പ്രോട്ടോണിന്റെ നമ്പർ 49 ആണ്. അതേപോലെ SN അതിന്റെ പ്രോട്ടോണിന്റെ നമ്പർ 50 ആണ്. അപ്പോൾ അത് ഇവിടെ വരും. അടുത്തത് ടെലൂറിയം. അങ്ങനെ 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 പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാബോള ഷേപ്പിൽ വരും. ഇതിനെയാണ് മാസ് പരാബോള എന്ന് പറയുക. ഓക്കെ, ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പിന്റെ മാസ് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ∂m/∂z = 0 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് അതായത് മാസ് എനർജിയുടെ പ്ലോട്ടാണ്. ഇത് ബൈൻഡിങ് എനർജിയിൽ വരുമ്പോൾ എങ്ങനെ വരും? ഇത് നേരെ ഉൾട്ടടിക്കും. ശരിയല്ലേ? ഈ എക്സ്പ്രഷനിൽ നോക്കി നോക്ക്, ഒന്ന് മൈനസും ഒന്ന് പ്ലസും അല്ലേ. അപ്പൊ ഈ സെയിം ട്രെൻഡ് തന്നെയായിരിക്കും, പക്ഷെ ബൈൻഡിങ് എനർജി ഏറ്റവും മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. ഏറ്റവും സ്റ്റേബിൾ ആയതിനാവും ഏറ്റവും മാക്സിമം എനർജി വരിക. അപ്പൊ നമുക്ക് ബൈൻഡിങ് എനർജി വൺസ് ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതിന്ന് ∂B/∂z ചെയ്ത് കഴിഞ്ഞ് =0 എന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഒന്നും കൂടി പറയണോ ഈ പറഞ്ഞ കാര്യം? എടാ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത കാരണം എനിക്ക് വരുന്ന മെസ്സേജ് ഒന്നും കാണുന്നില്ല. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ മാസ് പരാബോളന്റെ ഇതൊന്നും കൂടി പറയാൻ കേട്ടില്ല. എന്താണ് അതിന്റെ ഈ ട്രെൻഡ് എങ്ങനെയാണ്? മാസ് പരാബോള എപ്പോഴും ഇതാണ് മാസ് പരാബോള. ഇത് മാസ് പരാബോള ഇങ്ങനെ വരുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജി ഇങ്ങനെ വരും. ബൈൻഡിങ് എനർജിയുടെ ട്രെൻഡ് മാസ് പരാബോളയിൽ നോക്കുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഇതായിരിക്കും. എനർജിയിൽ നോക്കുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പിന് ഏറ്റവും ഹൈ എനർജി ഉണ്ടാവുക, ബൈൻഡിങ് എനർജി. അത്രയും മനസ്സിലായോ? പിന്നെ ഇങ്ങനൊരു കേർവിന്റെ ഈ എന്താ പറയുക, ഈ പോയിന്റ് മാക്സിമം പോയിന്റ് അല്ലേ. മാക്സിമം പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 അല്ലേ ഉണ്ടാവുക. അപ്പോൾ B/∂z 0 ആവണ്ടേ. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെഡിന്റെ വാല്യൂ കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ ഇതിൽ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ തന്നിട്ടില്ലേ? ഈ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ എല്ലാവരും. ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാവർക്കും മനസ്സിലായി എന്നാണ്. അത് കാരണം ഒന്ന് ചോദിച്ചാൽ വളരെ നന്നാവും. ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷനിൽ സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആകെ 2 ടേം അല്ലേ ഉള്ളൂ. നോക്കി നോക്ക്, ഈ തേർഡ് ടേമും ഉണ്ട് ഫോർത്ത് ടേമും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. ∂B/∂z ഡെറിവേറ്റീവ് കണ്ടിട്ട് =0 എന്ന് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സമയമില്ലാത്ത കാരണമാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾ ചെയ്തിട്ട് വരാനാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ ചെയ്തിട്ട് വരികയാവും നല്ലത് കേട്ടോ, കാരണം സമയം അത്ര ഇല്ല. ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് ജനറൽ എക്സ്പ്രഷൻ അല്ല. ജനറൽ എക്സ്പ്രഷൻ്റെ വേറൊരു ഫോമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഫോമില്ലേ, ഈ ഫോമിൽ വെച്ചിട്ട് നമുക്ക് ഈ ബൈൻഡിങ് എനർജിയുടെ ഫോമിൽ നിന്ന് ∂B/∂z
ഡോ സെഡ് ഈക്വൽ ടു 0 ആദ്യം ഡോ ബി ബൈ ഡോ സെഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് 0-നായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെഡിന് ഒരു വാല്യൂ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെഡ് വാല്യൂ എന്ന് പറയുന്നത് വിച്ച് വുഡ് ബി കറസ്പോണ്ടിങ് ടു എന്താണ്, സ്റ്റേബിൾ ഐസോടോപ്പിന് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ബൈൻഡിങ് എനർജി ഉള്ള ഐസോടോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടോണിൻ്റെ നമ്പറാണ് കിട്ടുക. അത്രയും ക്ലിയർ ആയോ? നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ എക്സ്പ്രഷൻ ഇതിൻ്റെ ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് കണ്ടുപിടിക്കുക. സെഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഞാനിവിടെ എഴുതി വെച്ചിട്ടില്ലേ, ഈ Z0 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ആകെ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന ടേം ഉണ്ട്, അതായത് മാസ് നമ്പർ വരുന്നുണ്ട്, പിന്നെ എ സിമെട്രിക് വരുന്നുണ്ട്, പിന്നെ എ സി. ഈ രണ്ട് കോൺസ്റ്റന്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ എക്സ്പ്രഷൻ കാണാതെ പഠിച്ചാൽ നന്നാവും കേട്ടോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനൊന്നുമില്ലേടാ. അതായത് ഇവിടെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഡോ ബി ബൈ ഡോ സെഡ് ഈക്വൽ ടു 0 എന്ന് ഇട്ടിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് കണ്ടുപിടിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടില്ലേ, ഈ സെയിം സംഭവം കിട്ടുക. പിന്നെ നമുക്കൊരു എക്സ്ട്രാ അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A4/A3 ഈക്വൽ ടു 13 തന്നിട്ടുണ്ട്. A4/A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, എസിമെട്രി അല്ലേ. എസിമെട്രി ബൈ AC ഈക്വൽ ടു 13 തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏതേക്ക് കറസ്പോണ്ടിങ് ആയിട്ടാന്ന് തന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എ എന്ന് തന്നെ ഇട്ടിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഈ എക്സ്പ്രഷൻ ഇങ്ങോട്ട് എടുക്കുവാണേ. Z0 ഈക്വൽ ടു 2 എസിമെട്രി. ഇതിൻ്റെ ഈ ഫ്രാക്ഷൻ തന്ന കാരണം ഞാൻ ഇതിൻ്റെ മേലെയും താഴെയും, അതായത് ഡിനോമിനേറ്ററേയും ന്യൂമറേറ്ററും നമ്മൾ AC വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണേ. ബൈ AC പ്ലസ് 4 എസിമെട്രി ബൈ AC ഇൻറ്റു എ എന്ന് വരും, ശരിയല്ലേ, പ്ലസ് 1/A⁻⁴ എന്ന് വരും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ 13 അങ്ങോട്ട് ഇടുക. അപ്പോൾ ന്യൂമറേറ്റർ 16 വരും, ഡിനോമിനേറ്ററിൽ 120/A പ്ലസ് 1/A⁻⁴ എന്ന് വരും. ഇതിൽ എനെ കോമൺ ആക്കിയിട്ട് ന്യൂമറേറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 60A ഡിവൈഡഡ് ബൈ 120A⁻² പ്ലസ് 1 വരും. അത് ഏത് ഓപ്ഷനാണ്? ഇതാ, ഈ ഓപ്ഷൻ അല്ലല്ലോ. ഒരു A⁻² എവിടെയാണ് വന്നത്? ഒറ്റ മിനിറ്റ്. ആക്ച്വലി A⁻² ഇവിടെ തന്നെയല്ലേ വരിക, ഇതിനല്ലല്ലോ. A⁻² -2/3 മൈനസ് അല്ല പ്ലസ് ആണ്. ഞാൻ വീണ്ടും മാക്സിമം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. A⁻+2/3 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. ഇത് മനസ്സിലായോ? ഹലോ, ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതേ മോഡലിലാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇനിയൊക്കെ സിമ്പിൾ, എന്താ പറയുക, വൺസ് ഈ ഒരു ഐഡിയ, അതായത് ഈ ഡോ ബി ബൈ ഡോ സെഡ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ Z0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പുഷ്പം പോലെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുറച്ചൊന്ന് കണക്ക് ചെയ്യാൻ പറ്റണം, അതായത് കണക്കിൻ്റെ കുറച്ചൊരു സ്കില്ല് വേണമെന്നേ ഉള്ളൂ. ഞാനൊക്കെ ടച്ച് വിട്ട് പോയതാണേ. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുമോ എല്ലാവരും? ഈ ഫോർമുലയുടെ പേരാണ് വീതെ-വൈസാക്കർ ഫോർമുല എന്നുള്ളത്. നമ്മൾ ഈ സെമി എംപെറിക്കൽ ബൈൻഡിങ് എനർജിയുടെ ഫോർമുലയില്ലേ, അതിൻ്റെ വേറൊരു പേരാണ് വീതെ-വൈസാക്കർ ഫോർമുല എന്നുള്ളത്. ഇതിൽ കണ്ടുവോ? ഇതിൽ എഗെയിൻ ബൈൻഡിങ് എനർജിയുടെ ഫോർമുല തന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺസ്റ്റൻറ്റും തന്നത്, ഇപ്രാവശ്യം എല്ലാ കോൺസ്റ്റൻറ്റ് ഓരോ എക്സ്പ്രഷനിൽ ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും, ഡസൻറ്റ് മാറ്റർ, വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? Z/A, അതായത് A ഈക്വൽ ടു 64ന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള
സ്റ്റേബിൾ ഐസോട്ടോപ്പിന് ഏതാണോ സ്റ്റേബിൾ ഐസോട്ടോപ്പ് അതിൻ്റെ Z/A വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഈ Z0ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേടാ, ഇവിടെ എടുത്തു വെച്ചില്ലേ ഈ എക്സ്പ്രഷൻ ഇല്ലേ Z0ൻ്റെ, ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് A = 64 ഇടും, അതേപോലെ സിമെട്രിയുടെ വാല്യൂ അതിടും, AC-യുടെ അതായത് കൂളംബിക് കോൺസ്റ്റൻ്റെ വാല്യൂ ഇടും, എന്നിട്ട് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കും. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് Z0 കിട്ടുമല്ലോ. എക്ക് കറസ്പോണ്ടിങ് A = എത്രയാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 64ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z0 വാല്യൂ കിട്ടുമല്ലോ. വൺസ് ആ Z0 വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ Z0/A എന്നുള്ളത് ഞാൻ ചെയ്യും. Z0 ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻസർ വരും 0.45 എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം 2016 ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് സർഫസ് കോൺട്രിബ്യൂഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂട്ടെ എല്ലാവരും, ഞാൻ വേണമെങ്കിൽ വായിക്കാം. Let ES denote the contribution of the surface energy per nucleon in the liquid drop model. The ratio of രണ്ട് ന്യൂക്ലിയൈ തന്നിട്ടുണ്ട്, അതിൻ്റെ സർഫസ് എനർജിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സർഫസ് എനർജി ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, നമുക്ക് ഗോയിങ് ബാക്ക് ടു ദ എക്സ്പ്രഷൻ, എവിടെ നമ്മുടെ എക്സ്പ്രഷൻ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയുടെ എക്സ്പ്രഷൻ ഇത്, ഇതിൽ സെക്കൻഡ് ടേം അല്ലേ സർഫസ് എനർജി എന്ന് പറഞ്ഞത്. അപ്പോൾ സർഫസ് എനർജി AS അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, AS പിന്നെ A⁻²/3 ആണ്. അപ്പോൾ നമുക്കിവിടെ റേഷ്യോ അല്ലേ കണ്ടത്. അപ്പോൾ സർഫസ് എനർജി എന്ന് പറയുന്നത് AS പിന്നെ A⁻²/3 ആണ്, ശരിയല്ലേ? അപ്പം നമുക്ക് കാണേണ്ടത് ES1/ES2 ആണ്. ആണോ? എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചതല്ലേ, ഇതന്നെയാണോ കാണേണ്ടത്? എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ? ഹലോ, ആരും ഇല്ലേ? ഇത്ര ആൾക്കാരുണ്ട്? കുറേ പേര് പോയല്ലോ. ഓക്കെ, ഇതിൽ ES1/ES2 ആണോ കാണേണ്ടത്? ഓക്കെ, സർഫസ് എനർജിന്റെ റേഷ്യോ അല്ലേ? അതെ, പക്ഷെ സർഫസ് എനർജി, അതെ സർഫസ് എനർജിയുടെ റേഷ്യോ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ റേഷ്യോ തന്നെയാണ്, പക്ഷെ പെർ ന്യൂക്ലിയോൺ ആണ്. അതൊരു ക്യാച്ചാണ് അതിലത്തെ ഈ ക്വസ്റ്റ്യനിലെ. നമ്മൾ സർഫസ് എനർജി മാത്രം ചെയ്തു പോകുമ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് പോവും. അപ്പോൾ A1⁻²/3/A2⁻²/3 എന്ന് വരും റേഷ്യോ. പക്ഷേ ഇതെന്താണ് പെർ ന്യൂക്ലിയോൺ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി എന്ത് വരും, ഒരു മിനിറ്റടാ, അപ്പോൾ നമ്മൾക്ക് /A എന്ന് വരും. അപ്പോൾ /A1 ഇവിടെയും വരും, ഇവിടെ ഒരു /A1 എന്ന് വരും, ഇവിടെ /A2 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ A2⁻²⁴/A1⁻²⁴ ആൻസർ വരും. ക്യൂബ് റൂട്ടാണ്. ഫസ്റ്റത്തെ ഏതാ വരുന്നത്? 27 ആണ്. 27ൻ്റെ ക്യൂബ് റൂട്ട് 3 എന്ന് വരും. അതുപോലെ സെക്കൻഡ് 64 ആണ് A വാല്യൂ വരുന്നത്, അതിൻ്റെ ക്യൂബ് റൂട്ട് 4 എന്നും വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് A2 64ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 4/3 എന്ന് വരും. പക്ഷെ ഇതിൽ മെയിൻ ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ന്യൂക്ലിയോണിന് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോവും. ഓക്കെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, പെർ ന്യൂക്ലിയോൺ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആൻസർ ഇതിലില്ല. അതൊരു മെച്ചാണ് കേട്ടോ. കാരണം ആൻസർ വരേണ്ടത് എന്തായിരുന്നു, അങ്ങനെയാണെങ്കിൽ 9:16 വരണം. അങ്ങനെ ഒരു ആൻസർ ഇതിലില്ല. അത് കാരണം ചിലപ്പോൾ നമ്മളൊന്നും കൂടി ചിന്തിക്കും. ആ ഒരു ആൻസറും കൂടി ഓപ്ഷനിൽ വന്നിരുന്നെങ്കിൽ തെറ്റിപ്പോവായിരുന്നു.
ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതെന്താണ്, ഇത് സെയിം അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് മാസ് നമ്പർ തന്നിട്ടുണ്ട്, പിന്നെ ബൈൻഡിങ് എനർജി, ഇതിൽ ഏതിനാണ് ബൈൻഡിങ് എനർജി മാക്സിമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് നമ്പർ തന്നിട്ട് ഡിഫറെൻറ്റ് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ സെയിം മാസ് നമ്പറിൽ ഡിഫറെൻറ്റ് ഐസോബാർസ് ആണ് ഇവിടെ എഴുതി വെച്ച് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഈ ഐസോബാർസിൽ ഏറ്റവും ഇത് ഞാൻ പറഞ്ഞില്ലേ മാസ് പരാബോള, ഈ മാസ് പരാബോള 125 മാസ് പരാബോള ഭയങ്കര ഫേമസ് ആണ്. അതിൽ ആൻസർ ടെലൂറിയം എന്നാണ്. അത് നമ്മൾ മാസ് പരാബോള കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തും, ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്താണ്, A125 ആണ് തന്നിട്ടുണ്ട്, അതുപോലെ എ സിമ്മിൻ്റെയും എ സിയുടെയും വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ Z0ൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് 125ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z0 കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 52.4 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് ക്ലോസ് ടു ഏതാണ് 52ന് ക്ലോസ് ആയിട്ടാണ്. അപ്പോൾ ടെലൂറിയം എന്നുള്ള ഓപ്ഷൻ വരും. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, മറ്റേ നമ്മൾ കണ്ട് ശീലമുണ്ടെങ്കിൽ നമുക്ക് നേരെ ടെലൂറിയം എന്ന് എഴുതാം. ഓക്കെ, സമയം പെട്ടെന്ന് പോകണ്ടല്ലേ. ഇനി മറ്റേ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ വേണ്ടത്, Z0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ മാത്രം A125, പിന്നെ എ സിയുടെ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് റേഷ്യോ എ സിം വേഴ്സസ് എ സി കാണാമല്ലോ ഇതിന്ന്. കാരണം ഓരോ പ്രോബ്ലത്തിന് ചിലപ്പോൾ ഈ റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് ഓപ്ഷൻസും മാറുവേ. ഞാൻ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള കാരണമായിട്ടോ റേഷ്യോ വെച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ എടുത്തത് നിങ്ങൾക്ക് സിമ്മിൻ്റെ സിമെട്രിയുടെ വാല്യൂ ഇടുക, എ സിയുടെ വാല്യൂ ഇടുക, പിന്നെ എൻ്റെ വാല്യൂ ഇടുക, എന്നിട്ട് ചെയ്യാം കേട്ടോ. അതും ചെയ്യാം. ഇനി അടുത്തത് ഇതേപോലെ ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ പ്രീവിയസ് ഇയറിൽ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുമോ? സെയിം തന്നെ, അതായത് A = 216ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ Z0ൻ്റെ എക്സ്പ്രഷൻ അറിയുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എന്താണ് നമുക്ക് ആകെ വേണ്ടത് എ സിയുടെ വാല്യൂ വേണം, പിന്നെ എന്ത് വേണം, എ സിമെട്രിയുടെ വാല്യൂ ഉണ്ട്, അതും ഉണ്ട്, പിന്നെ നമ്മുടെ എയുടെ വാല്യൂ 216 ആണ് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഇത് വെറും സബ്സ്റ്റിറ്റ്യൂഷൻ ആയ കാരണം ഈ ഒരു പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമല്ലേ ഉള്ളൂ, ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. അടുത്തതും ഇതേ മോഡൽ ഒരു ചോദ്യമാണ്. ഇത് കുറച്ച് എന്താ പറയുക, ഒന്ന് ഇത് വേറൊരു ഫോർമുല തന്നിരിക്കണമെന്ന് മാത്രം. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ Z² കൂളംബിക് ഫോമിന് എന്താ കണ്ടത്, Z² പകരം Z × Z-1 എന്നാണ് കണ്ടത്. ഇത് Z² എന്നേ ഉള്ളൂ, ബാക്കിയുള്ളത് ഒമിറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സിമെട്രിക് ടേമിൽ നമ്മൾ എന്താ കണ്ടിരുന്നത്, ഇങ്ങനെ എന്നിൻ്റെ ഇതിലല്ലല്ലോ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എഴുതിയിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ A-2Z എന്നാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ കണ്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല, ഇത് നമുക്കറിയണ അതേ ഫോർമുല തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, N-Zന് പകരം A-2Z എന്ന് എഴുതണം. കാരണം ഫൈനൽ എക്സ്പ്രഷനിലും n ഇല്ല. പിന്നെ n എന്ന് പറയുന്നത് n ആക്ച്വലി എന്താണ്, ഫങ്ഷൻ ഓഫ് z ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് A-Z തന്നെ A-Z തന്നെ ചെയ്താലേ കാര്യമുള്ളൂ. വൺസ് ഇത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ എന്താണ് നമ്മുടെ ∂B/∂Z = 0 എന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ കിട്ടും Z-ന്. ഓക്കെ, ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, അത് കാരണമാണ് ഞാനിങ്ങനെ വിട്ട് പോണത്. പിന്നെ അടുത്തത് ഇത് ചോദിക്കാൻ സാധ്യതയില്ല, അത് കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ സിയിലേക്കുള്ള ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് CU ന്യൂക്ലിയസിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗ്നീഷ്യത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ R എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A⁻⁴ ആണ് എന്നുള്ളത്.
ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണത്. അപ്പോൾ എങ്ങനെ എഴുതാം? അതായത് RCU ഡിവൈഡഡ് ബൈ RMG എന്ന് പറയുന്നത് എന്താകും? ആക്ച്വലി CUൻ്റെ A എന്ന് പറയുന്നത് 64 ആണ്. 64ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്ര വരും? 4 വരും. 4 ഡിവൈഡഡ് ബൈ, അതേപോലെ മെഗ്നീഷ്യത്തിന് 27 വരുമ്പോൾ 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ 4/3 എന്നുള്ളതാണ് ഇവരുടെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ. അതിൽ ഒരാളുടെ തന്നിട്ടുണ്ട്, കോപ്പറിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ മെഗ്നീഷ്യത്തിന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? RCU ഇൻറ്റു 3/4 ചെയ്താൽ പോരെ? അപ്പോൾ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതാ ഉത്തരം വരിക. കാരണം ഇതിനേക്കാളും കുറവ് വരുന്നതും ഏകദേശം റേഞ്ചിൽ വരുന്നതും അതാണ്. ഇനി അടുത്തത്, ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ മിറർ ന്യൂക്ലിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ മിറർ ന്യൂക്ലിയ എന്നുള്ളത്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കും. ഇതൊന്ന് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂളംബിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് മിറർ ന്യൂക്ലിയൈ തന്നിട്ടുണ്ട്. അതായത് ക്രോമിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും രണ്ട് മിറർ ന്യൂക്ലിയൈ ഉണ്ട്. ഇവർ തമ്മിലുള്ള കൂളം എനർജിയുടെ ഡിഫറൻസ് RMeV ആണെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളം എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയൈനെ എന്താ പറയുക, ഒരു സ്പിയർ ആയിട്ടും അതിൽ ചാർജ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓക്കെ, ആ ഒരു അങ്ങനെ ചെയ്തു, അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും മെഗ്നീഷ്യത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് റേഡിയസ് കണ്ടുപിടിച്ചൂടെ? റേഡിയസിൻ്റെ എക്സ്പ്രഷൻ R=R0 × A⁻1/3. ഞാൻ പറഞ്ഞത് അത് അപ്രോക്സിമേഷൻ ആണ് കേട്ടോ, അത് എക്സാക്ട് വാല്യൂ ഒന്നുമല്ല. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് എങ്ങനെ, ഇതിൻ്റെ കൂളം എനർജി ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഓപ്ഷൻസ് തന്നെ നോക്കി നോക്കൂട്ടാ. ഓപ്ഷൻ നോക്കിയപ്പോൾ ഫസ്റ്റത്തെ എയും സിയും അല്ല എന്നുള്ളത് ഷുവർ ആണ്. കാരണം 10⁻⁻13 ആണ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഫെംറ്റോമീറ്റർ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ -15 എന്നുള്ള ഓപ്ഷൻസ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വന്നത് 4.5 ഫെംറ്റോമീറ്റർ എന്നുള്ളതാണ്. ഈ രണ്ട് ഓപ്ഷൻ്റെയും പിന്നിലേക്കാണ് വരുന്നത്. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ഇത് ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ ആണ്, എല്ലായിടത്തും വർക്ക് ആവണം എന്നില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഈ കൂളം എനർജി ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. വളരെ സിമ്പിളാണ്, ശരിക്കും സിമ്പിളാണ് ഇത്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലായാൽ മതി. അതായത് കൂളം എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിയറിൻ്റെ കൂളം എനർജി എന്ന് പറയുന്നത് E/3/5 ഇൻറ്റു, ഒരു മിനിറ്റ് ഇതാ 3/5 ഇൻറ്റു Q²/4πε0 ഇൻറ്റു R. ഇത് നമ്മൾ സാധാരണ ഇതില്ലേ, ഇത് നമ്മുടെ സാധാരണ എനർജി കാണില്ലേ, Q1 Q2/4πε0 R എന്നുള്ളതില്ലേ, അതിനൊരു പ്രീഫാക്ടർ 3/5 വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ചാർജ് Q ആണ്. ഇനി ഫസ്റ്റ് ഓക്കെ, അതിനു മുമ്പ് എന്താ മിറർ ന്യൂക്ലിയൈ എന്ന് പറയണ്ടേ? മിറർ ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ ഐസോടോപ്സ് പറഞ്ഞ പോലെ തന്നെ അവരുടെ എന്ത് സെയിം ആയിരിക്കും? എ നമ്പർ, അതായത് മാസ് നമ്പർ സെയിം ആയിരിക്കും. സെയിം മാസ് നമ്പർ ഉണ്ടാവുക. പക്ഷെ അവരുടെ പ്രോട്ടോൺ നമ്പർ ഇല്ലേ, പ്രോട്ടോൺ നമ്പർ തമ്മിൽ ഒറ്റൊരു വാല്യൂവിനെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പ്ലസ് ഈ ഫസ്റ്റത്തെ പ്രോട്ടോൺ നമ്പർ ആയിരിക്കും സെക്കൻഡിൻ്റെ ന്യൂട്രോൺ നമ്പർ. ഇവിടെ നോക്കി നോക്കുക, 24 ആണ് ക്രോമിയത്തിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം. ഇവിടെ ന്യൂട്രോൺ എത്ര വരും? ഇതിന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 എന്ന് വരും. ഇതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം. ഓക്കെ, സിമിലർലി മാഗ്നീസിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം 25ഉം ന്യൂട്രോണിൻ്റെ എണ്ണം 24ഉം. കണ്ടോ? ഈ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും നമ്പേഴ്സ് മിറർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് മിറർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആണോ? ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഇവരെന്താ തന്നിരിക്കുന്നത്? ഡിഫറൻസ് ഇൻ കൂളംബിക് എനർജിയാണ്. കൂളംബിക് എനർജിയുടെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്, ശരിയല്ലേ? ഇനി ഡിഫറൻസ് ഇൻ കൂളംബിക് എനർജി എന്ന് പറയുമ്പോൾ ആകെ ക്യൂൻ്റെ വാല്യൂവിന് മാത്രമേ ഡിഫറൻസ് ചേഞ്ച് വരുള്ളൂ. ക്യൂൻ്റെ വാല്യൂ ഒന്നെന്ന് പറയുന്നത് 24 വരും, പിന്നെ മറ്റേത് 25 എന്ന് വരും, ശരിയല്ലേ? അപ്പോൾ ലെറ്റ്സ് കൂടുതൽ പ്രോട്ടോൺ ഉള്ളതിനെ Z എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ നമ്പർ Z ആണെങ്കിൽ ഇത് Z-1 എന്ന് വരുവേ. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ
കൂളം എനർജി എന്ന് പറയുന്നത് ബാക്കി പ്രീ ഫാക്ടർ ഒക്കെ സെയിം ആയിട്ടിരിക്കും. ആകെ എന്ത് വരും? z² മൈനസ് z മൈനസ് 1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി എളുപ്പമാടോ ചെയ്യാൻ. കാരണം ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ ഇ സി എന്ന് പറയുന്നത്, ഈ ഡെൽറ്റ ഇ സി എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി പറയാം. ഇ സി എന്ന് പറയുന്നത് ഫസ്റ്റത്തെ, അതായത് മാഗ്നീസിൻ്റെ ആണെന്ന് വിചാരിക്കൂ. അത് Z വെച്ചിട്ട്, ചാർജ് Z ആണെങ്കിൽ ഇ സി 1, അതുപോലെ ഇ സി 2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ക്രോമിയാണ്. അതിൽ പ്രോട്ടോണുകളുടെ എണ്ണം Z മൈനസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇ സി 1 മൈനസ് ഇ സി 2 ആണ് ഇവിടെ ഡെൽറ്റ ഇ സി എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വരും. അതിൽ ഡെൽറ്റ ഇ സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുമുണ്ട്. എത്ര? 6 MeV എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എളുപ്പവിദ്യയാണ്. ഈ E²/4πε0 ഇല്ലേ, ഇതിനൊരു വാല്യൂ ഉണ്ട്. ഇത് 1 ഫെംറ്റോമീറ്റർ, 1 MeV ഫെംറ്റോമീറ്റർ ആണ്. ഓക്കെ, അതിവിടെ തന്നിട്ടുണ്ട് കേട്ടോ, കണ്ടുവോ? അപ്പോൾ ഈ ഫുള്ള് സാധനത്തിന് പകരം എന്ത് ചെയ്യണം? 1 ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ 1 MeV ഫെംറ്റോമീറ്റർ എന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്യേ. ഒരു മിനിറ്റ് കേട്ടോ, സ്ഥലമില്ല. നോക്കി നോക്കൂ. അതായത് ഇത് 3/5 എന്ന് വരും. നമുക്ക് ഡെൽറ്റ ഇ സി ആണ്. ഓക്കെ, ഡെൽറ്റ ഇ സിയുടെ എക്സ്പ്രഷനാണ് ഇത് വരുന്നത്. ഈ സെയിം സാധനത്തിന് വരെ എന്ത് 1 എന്ന് എഴുതിയാൽ മതി. 1 MeV ഫെംറ്റോമീറ്റർ എഴുതി. ബൈ R അവിടെ ഉണ്ട്, കാരണം E²/4πε ഈ വാല്യൂ വരുന്നത്. പിന്നെ ഇത് Z² മൈനസ് Z1² ആണ്. ശരിയല്ലേ? Z² മൈനസ് Z1² എന്ന് പറയുമ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ഇത് 25² മൈനസ് 24² എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A² മൈനസ് B² വരികയാണെങ്കിൽ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് വരികയാണെങ്കിൽ 49 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് പകരം എന്താ എഴുതാം? 49 എന്ന് എഴുതാം ഇവിടെ. ശരിയല്ലേ? നമുക്ക് ആറല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആറിനെ ഇപ്പുറത്തേക്ക് ഇടുക. ഡെൽറ്റ ഇ സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് പോയി, ഇതിങ്ങോട്ടേക്ക് വന്ന്. ഞാൻ ആകെ കച്ചറയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ 3/5 അവിടെ ഉണ്ട്, ഒരു 1 ഇവിടെ ഉണ്ട്, ആറ് ഇപ്പുറത്തേക്ക് പോയി, R ഈക്വൽ ടു എന്ന് വരും. ഇത് ഒരു 6 ആണ്, പിന്നെ ഒരു 49 എന്ന് വരും. ശരിയല്ലേ? ഇത് വെട്ടിപ്പോയിട്ട് 2 എന്ന് വരും. ബാക്കി 10 വരുമ്പോൾ 4.9 ഫെംറ്റോമീറ്റർ എന്ന് വരും. ഓക്കെ, ഒരു ഓപ്ഷൻ ഉണ്ടാവും ആൻസറിൽ. 4.9 ഫെംറ്റോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ക്യൂ വാല്യൂ പ്രോബ്ലംസ് ആണ്. ഒന്നെങ്കിൽ നമുക്കിത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോവേ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയ കാരണമാണ് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്ത് തന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാമല്ലോ, കാരണം എല്ലാ പ്രോബ്ലം ശരിക്കും ഞാൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒക്കെ ഒരേ പാറ്റേണിലാണ് വരുന്നത്. ഇനി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? അൺമ്യൂട്ട് ചെയ്തോ? ഇതുവരെ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എടാ, അന്നെ എന്തോ പറഞ്ഞു, എനിക്കൊന്നും കേട്ടില്ല. അന്നെ പറഞ്ഞതൊന്നും കേട്ടില്ല. ക്ലിയർ ആണ്. ബ്ലസ്സി പറഞ്ഞത് ക്ലിയർ. എന്തെങ്കിലും ചോദ്യം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തെന്ന് വെച്ചിട്ട് എല്ലാ സമയത്തും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ സമയം കിട്ടില്ല. എല്ലാതും ഒരേ പാറ്റേൺ ഉള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് സമയം, കാരണം ഞാനിപ്പോൾ 2 ടോപ്പിക്ക് തീർക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പം ഇത്രയും പോയിട്ട് ഒരു ടോപ്പിക്കല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഒരട്ടയും കൂടി സ്പീഡിൽ പോയാലേ കാര്യങ്ങൾ നടക്കുള്ളേ. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ പാർട്ട് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇപ്പം തന്നെ നോക്കി നോക്കുക, ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് ഹെൽപ്പ് ഒന്നും വേണ്ട, കുറച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത്
കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കാണാപ്പാഠം പഠിച്ചിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം ഈ എക്സാമിന് വേണ്ടത് സ്പീഡാണ്. ഇതും പി എസ് സിയും ഈ ഫിസിക്സ് ബേസ്ഡ് ഒരുവിധം ജാം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്ത ക്വസ്റ്റ്യനൊക്കെ സ്പീഡാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കാണാതെ പഠിച്ചിട്ട് ആ എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടൂ. ഞാൻ വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിന് ആരൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ മക്കളെ മിണ്ടാതിരിക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ മറ്റേത് എനിക്ക് ശരിക്കും ഭ്രാന്താവുണ്ട്. ഒരു വെറും വൈറ്റ് ബോർഡിനോട് സംസാരിക്കണ പോലെയുണ്ട്. ഞാൻ പിന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. ഞാൻ വിചാരിച്ചതാവില്ല ചിലപ്പോൾ എഴുതി വരിക, ഞാൻ വിചാരിക്കണാവില്ലേ പറയുക. അപ്പം ക്ലാരിഫിക്കേഷൻ വേണ്ടോടത്ത് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങണം. മനസ്സിലാവാത്തത് കേട്ടോ. പിന്നിലേക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഹലോ, ആ പറയൂ. അല്ല, നമ്മൾ എല്ലാതും എടുക്കും. ഇതിപ്പോ ഡെമോ ക്ലാസ് ആയ കാരണം ന്യൂക്ലിയർ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് മാക്സിമം സിലബസ് മൊത്തം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന് വേണ്ട തിയറി കുറച്ച് ഇട്ട് പോയിട്ട് കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഞാനൊക്കെ എം എസ് സി പഠിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അന്നൊക്കെ അത് എഫക്റ്റീവ് ആയിരുന്നു. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്നിട്ട് അത് ചെയ്തു പോയിട്ട്, പിന്നെ എം എസ് സി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തലയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരുവിധം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്ന ഒന്നാമത് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സ്പീഡ് കൂട്ടുക, അതൊരു കാര്യം. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മാത്രം ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതേ നടക്കുള്ളൂ. ഈ ഒരു മാസത്തെ സമയമല്ലേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ഇതേ നടക്കുള്ളൂ. മാക്സിമം ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ഒരു 20 ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഞാൻ നോക്കി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാറ്റേൺ, അതായത് ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സെപ്പറേറ്റ് കട്ട് ഓഫും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന മാർക്ക് തന്നെ അത്യാവശ്യം ഉണ്ടാവും. ട്രൈ ചെയ്താൽ കിട്ടൂടൂ എല്ലാവർക്കും കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്നാ ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.